ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 72ാമത്തെ ദശകം അക്രൂരാഗമനം. ശേഷശായിയായ ഭഗവാൻ കൃഷ്ണനും അനന്തനായ ബലരാമനും ഗോകുലത്തിൽ വസിക്കുന്നു എന്ന് നാരദനിൽ നിന്നറിഞ്ഞ കംസൻ ഭയാക്രാന്തനായി. കംസൻ അക്രൂരനെ വിളിച്ച് ധനുർയാഗം കാണാനായി അവരെ രണ്ടുപേരെയും തേരിലേറ്റി കൊണ്ടുവരുവാൻ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. ഭഗവത് പാദഭക്തനായ അക്രൂരന് ഭഗവാനെ കാണാൻ അത്യധികമായ ആഗ്രഹമുണ്ടെങ്കിലും കംസനെ ഭയന്ന് തൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാനാകാതെ ഉത്കണ്ഠയോടെ കഴിയുകയായിരുന്നു. അപ്പോൾ കംസൻ തന്നെ അക്രൂരനെ വിളിച്ച് ധനുർയജ്ഞം കാണാൻ രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചപ്പോൾ അക്രൂരൻ്റെ ആനന്ദത്തിനതിരില്ലായിരുന്നു. കംസനിർദ്ദേശമനുസരിച്ച് ഭഗവത് ചിന്തകളോടെ അക്രൂരൻ ഗോകുലത്തിലേക്ക് തിരിച്ചു. ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അക്രൂരൻ്റെ മനസ്സിൽ. അനവധി ഉപനിഷത് വാക്യങ്ങൾ കൊണ്ട് വാഴ്ത്തപ്പെടുന്ന ഭഗവാനെ താൻ കാണുമോ, ഒന്ന് തൊടാൻ പറ്റുമോ, ആശ്ലേഷിക്കുമോ എന്നൊക്കെ അക്രൂരൻ ചിന്തിച്ച് ഓരോ സ്ഥലമായി കടന്ന് ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ പരിശുദ്ധവും ശിവൻ, ബ്രഹ്മാവ്, ദേവന്മാർ എന്നിവർക്ക് പോലും വന്ദിക്കുവാൻ യോഗ്യവുമായ വൃന്ദാവനത്തിലെത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴേക്കും അക്രൂരൻ ഭക്തിയുടെ കൊടുമുടിയിലെത്തിച്ചേർന്നിരുന്നു. ഭഗവാൻ ലീല ചെയ്ത സ്ഥലങ്ങൾ കണ്ട് അക്രൂരൻ അവിടെ കൈകൂപ്പി നിലത്ത് വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. അവിടെ കിടന്നുരുണ്ടു. ഭഗവാനെ നേരിട്ട് കണ്ടവർക്കു പോലും ഇത്തരം ഭക്തിപാരവശ്യം ഉണ്ടായിട്ടില്ല. അക്രൂരൻ സന്ധ്യാവേളയിൽ ഗോപികമാർ ഭഗവത് ലീലകളെക്കുറിച്ച് പാടുന്ന പാട്ടിൻ്റെ അമൃതപ്രവാഹത്തിലൊഴുകി. അങ്ങനെ ഭഗവാന്റെ ഗൃഹത്തിനടുക്കൽ എത്തിച്ചേർന്നു. അക്രൂരൻ ഭഗവാനെ അമ്പാടിയിലെത്തി കണ്ടു. അവിടുത്തെ ഓരോ ചെയ്തികൾ നോക്കി നിൽക്കുമ്പോൾ അക്രൂരൻ്റെ മനസ്സറിഞ്ഞ പോലെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സന്ധ്യയ്ക്ക് സ്നാനത്തിനു ശേഷം നിർമ്മലമായ ശരീരകാന്തിയോടു കൂടിയവരും യഥാക്രമം മഞ്ഞയും നീലയും വസ്ത്രങ്ങൾ ധരിച്ച് ആകർഷകത്വമേറിയവരും കുറച്ച് ആഭരണങ്ങൾ മാത്രമേ അണിഞ്ഞിട്ടുള്ളൂ എങ്കിലും വേഷം മനോഹരവും മന്ദസ്മിതം പൊഴിക്കുന്നവരുമായി അക്രൂരൻ അവരെ ദർശിച്ചു. ഭഗവാനെ കണ്ട ഉടൻ അക്രൂരൻ രഥത്തിൽ നിന്നിറങ്ങി ദൂരത്ത് നിന്ന് തന്നെ രാമകൃഷ്ണന്മാരെ ദണ്ഡനമസ്കാരം ചെയ്തു. ബലരാമൻ ഒന്നിച്ച് ഭഗവാൻ അടുത്തു ചെന്ന് അക്രൂരനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് കുശലപ്രശ്നം നടത്തി കൈപിടിച്ച് ഗൃഹത്തിലേക്ക് ആനയിച്ചു. ഭഗവാൻ കൃഷ്ണൻ നന്ദഗോപനോടും ബലരാമനോട് ചേർന്ന് അക്രൂരന് ഇരിപ്പിടം കൊടുത്ത് സൽക്കാരങ്ങൾ ചെയ്ത് രാത്രി നന്ദഗൃഹത്തിൽ കഴിച്ചുകൂട്ടി. ചതിയനായ ഭഗവാൻ ഇന്ന് എവിടെയായിരിക്കും കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവുക? ചന്ദ്രഗൃഹത്തിലോ അതോ ചന്ദ്രഭഗ ഗൃഹത്തിലായിരിക്കുമോ? അതുമല്ലെങ്കിൽ രാധാഭവനത്തിലായിരിക്കൂ? മിത്രവൃന്ദാഭവനത്തിലാണോ? എവിടെയാണ് ഭഗവാൻ കഴിച്ചുകൂട്ടിയത് എന്നൊക്കെ സംശയിക്കുന്നു. ഇങ്ങനെയൊക്കെ ഗോപികമാർ സംശയിക്കുന്ന ഭഗവാനെ, എൻ്റെ അസുഖം മാറ്റിത്തരേണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു ഭട്ടതിരിപ്പാട്. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 72 അക്രൂരാഗമനം. ശ്ലോകം 1. കംസോऽഥ നാരദഗിരാ വ്രജവാസിനം ത്വാമാകർണ്യദീർണഹൃദയഃ സഹികാന്തിനേയം आहूय कार्मुकमखच्चलदो ഭവന്തമാനേതുമേന മഹിനോ ദഹിനാഥശായിൻ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കംസോഥ നാരദ ഗിര വ്രജവാസിനം ത്വാം ആകർണ്യ ദീർണ ഹൃദയ സ
ഹി ഗാന്ധിനേയം ആഹൂയ കാർമുക മകച്ഛലതോ ഭവന്തം ആനേതും ഏനം അഹിനോത് അഹിനാഥ ശായിൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അഥ പിന്നീട്, അഹിനാഥ ശായിൻ അനന്തനിൽ ശയിക്കുന്നവനെ, നാരദഗിര നാരദന്റെ വാക്കുകളാൽ, ത്വാം അങ്ങയെ, വ്രജവാസിനം ഗോകുലത്തിൽ വസിക്കുന്നു എന്ന് ആകർണ്യ കേട്ടിട്ട്, ഹൃദയവേദനയോടു കൂടിയ സ ആ കംസ ഹി കംസനാകട്ടെ, ഗാന്ധിനേയം അക്രൂരനെ, ആഹൂയ വിളിച്ചു വരുത്തി, കാർമുക മഖച്ഛലത ധനുർയജ്ഞം എന്ന വ്യാജേന, ഭവന്തം അങ്ങയെ, ആനേതും കൊണ്ടുവരുന്നതിന്, ഏനം ഇവനെ, അഹിനോത് പറഞ്ഞുവിട്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്നു നോക്കാം. കംസ അഥ ചേർത്തിട്ട് കംസോഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാരദ ഗിര വ്രജവാസിനം ത്വാം, ആകർണ്യ ചേർത്തിട്ട് ത്വാമാകർണ്യ, ദീർണ ഹൃദയ, അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പം ദീർണഹൃദയസ ഹി ഗാന്ധിനേയം, ന്തി എന്നൊക്കെ ഉള്ളത് നാദ് എന്നാണ്. ആഹൂയ കാർമുക, മു മെല്ലെ നൂന്നി പറയണം, രണ്ട് മാന്നുണ്ട്. കാർമുക മഖച്ഛലതോ, മഖ എന്നുള്ളതിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയണം, ഛ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. ഭവന്തം ആനേതും ചേർത്തു ചൊല്ലുമ്പോൾ ഭവന്തമാനേതും, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഏനം അഹിനോത് അഹിനാഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശായിൻ ചേർത്തു ചൊല്ലുമ്പോൾ ഭവന്തമാനേതുമേനമഹിനോദഹിനാഥ ശായിൻ. കംസോഥ നാരദഗിര വ്രജവാസിനം ത്വാമാകർണ്യദീർണഹൃദയസ്സഹി ഗാന്ധിനേയം, ആഹൂയ കാർമുകമഖച്ഛലതോ ഭവന്തമാനേതുമേനമഹിനോദഹിനാഥ ശായിൻ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. അക്രൂര ഏഷ ഭവദംഘ്രിപരശ്ചിരായ ത്വദ്ദർശനാക്ഷമമനാഃ ക്ഷിതിപാലഭീത്യാ, തസ്യാജ്ഞയൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വമാനന്ദഭാരമതിഭൂരിതരം ബഭാര. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അക്രൂര ഏഷ ഭവത് അംഘ്രി പരശ്ചിരായ ത്വത് ദർശനാക്ഷമ മനാഃ ക്ഷിതിപാലഭീത്യാ, തസ്യാജ്ഞയൈവ പുനർ ഈക്ഷിതും ഉദ്യത സ്ത്വാം ആനന്ദ ഭാരം അതിഭൂരിതരം ബഭാര. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭവദംഘ്രിപര അങ്ങയുടെ പാദഭക്തനായ, ചിരായ വളരെ കാലം തൊട്ട്, ക്ഷിതിപാലഭീത്യ കംസനിൽ നിന്നുള്ള ഭയത്താൽ, ത്വദ്ദർശനാക്ഷമമനാ അങ്ങയെ കാണാൻ അക്ഷമമായ മനസ്സോടു കൂടിയവനായ, ഏഷ ഈ അക്രൂര അക്രൂരൻ, തസ്യ കംസന്റെ, ആജ്ഞയായേവ ആജ്ഞയാൽ തന്നെ, പുന പിന്നീട്, ത്വാം അങ്ങയെ, ഈക്ഷിതും കാണുന്നതിനു വേണ്ടി, ഉദ്യത തയ്യാറായി, അതിഭൂരിതരം അത്യധികമായ, ആനന്ദഭാരം ആനന്ദാധിക്യം, ബഭാര വഹിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അക്രൂര ഏഷ ഭവത്, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അംഘ്രി, ഖ്രി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പരശ്ചിരായ ത്വത് ദർശനാക്ഷമ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മനാ അവിടെ വിസർഗം. ക്ഷിതിപാല ഭീത്യ, ക്ഷിതി എന്നുള്ളതിൻ്റെ ക്ഷീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭീത്യ എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തസ്യ ആജ്ഞയായേവ ചേർത്തിട്ട് തസ്യാജ്ഞയൈവ, ജ്ഞ എന്നുള്ളത് ജ ജ്ഞ എന്നാണ്. പുനരീക്ഷിതുമുദ്യതസ്ത്വമാനന്ദ ഭാരമതിഭൂരിതരം, ഇവിടെ പുനരീക്ഷിതു എന്നുള്ളതിൻ്റെ ക്ഷീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ആനന്ദ് എന്നുള്ളതിൻ്റെ എന്ത് നാദ് എന്നാണ്.
ഭാരമതി ഭൂരിതരം. ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്, ഭൂ എന്നുള്ളതും. അടുത്തത് ബഭാര. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി, ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ബഭാര. അക്രൂരയേഷ ഭവദംഘ്രി പരശ്ചിരായ ത്വദ്ദർശനാക്ഷമമനാ ക്ഷിതിപാലഭീത്യാ തസ്യാജ്ഞയൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വമാനന്ദഭാരമതിഭൂരിതരം ബഭാര. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.